നമുക്കിവിടെ സംഘടിപ്പിക്കാം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഈ പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്കിൽ കൂടിയും പാർട്ടിസിപ്പേഷനിൽ ഒത്തിരി കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കെല്ലാവരും നമ്മളെല്ലാം സമ്പന്നരാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണ്. ആധ്യാത്മികമായിട്ട് ഈ ഒരു കാര്യവും ഗ്രഹിക്കാനില്ല എന്നുള്ള മനസ്സാണ് നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്നത്. രാമായണമൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ്, മഹാഭാരതം കണ്ടിട്ടുണ്ട്, അങ്ങനെ ഭഗവത്ഗീത കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു വിചാരം നമ്മുടെ ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷെ രാമായണം എന്ന് പറയുമ്പോൾ രാമായണം എന്നാണ് പറഞ്ഞത്, അന്ധകാരം നീങ്ങണം എന്നാണ് ആദികവി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ അന്ധകാരങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലേക്ക് വെളിച്ചം കടന്നു വരട്ടെ, ആ അന്ധകാരം മാറട്ടെ. അപ്പോ നമുക്ക് ലോകത്തെ കാണാവട്ടെ, നല്ല കണ്ണുകൾ ഉണ്ടാവട്ടെ, നല്ല കാഴ്ചകൾ കാണട്ടെ, നല്ല സന്ദേശങ്ങൾ നമ്മുടെ നാക്കുകളിൽ നിന്നും ഉണ്ടാകട്ടെ. ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി NSS അതിനു വേണ്ടി ഒരു ആധ്യാത്മിക പഠന കേന്ദ്രം തന്നെ നമ്മൾ എല്ലായിടത്തും നടത്തുന്നുണ്ട്. കരയോഗങ്ങളിലുണ്ട്, താലൂക്ക് യൂണിയനുകളിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അറിവിന്റെ പൂർണ്ണകുംഭങ്ങൾ എന്ന് നടിക്കുന്ന നമ്മളെയൊക്കെ അജ്ഞതയെ അകറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഇനിയും ആളുകൾ എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു. നിശ്ചയിച്ച പോലെ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് പാരായണ മത്സരവും മുതിർന്നവർക്കുള്ള ക്വിസ് മത്സരങ്ങളും നടത്തുകയും നമുക്കൊരു ആധ്യാത്മികമായ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ നല്ല വാക്കുകൾ കേൾക്കുകയും അത് നമ്മുടെ മനസ്സിന് ഉണർവ് ഉണ്ടാവുകയും ചെയ്യട്ടെ. കർക്കിടകം തീരാൻ പോവുകയാണ്. ഇനി കേവലം 2 ദിവസം കൊണ്ട് നമ്മൾ ചിങ്ങത്തിലേക്ക് കടക്കുകയാണ്. ഇന്നും നാളെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിങ്ങം ആയി, പൊന്നോണം വരുവായി. പ്രകൃതി ദുരന്തങ്ങളും മറ്റതും കൊണ്ടൊക്കെ ധാരാളം മനുഷ്യർ കഷ്ടപ്പെടുന്നു. അതിനിടയിൽ ആഘോഷങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടാണെങ്കിലും മലയാളിക്ക് ഓണം ആഘോഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു.